ഭരിച്ചു മുടിക്കാൻ ഇനി പിണറായിക്കും കൂട്ടർക്കും ബാക്കിയുള്ളത് വെറും 8 മാസങ്ങൾ മാത്രമാണ്. ഇതിനിടയിൽ 3 തിരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് മുന്നിലുള്ളത്. കുറഞ്ഞത് 4 മാസമെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നയപരമായി തീരുമാനമെടുത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ലഭിക്കുക പരമാവധി 8 മാസം മാത്രമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നിങ്ങനെ 3 തിരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് മുന്നിലുള്ളത്. മെയ് മാസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് സൂചന. ഒക്ടോബറിൽ തദ്ദേശവും ഏപ്രിലിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും. 2021 തുടർ വിജയം നേടി ചരിത്രം സൃഷ്ടിച്ച പിണറായി വിജയന് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. തുടർഭരണം നേടി 6 മാസം കൊണ്ട് തന്നെ ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ചു. സ്വന്തം കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി സമരം ചെയ്ത അനുപമ എന്ന അമ്മയുടെ പോരാട്ടമായിരുന്നു സർക്കാരിന് മുന്നിലെ ആദ്യ പ്രശ്നം. ഭരണ സംവിധാനങ്ങൾ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് അകറ്റാൻ കൂട്ടുനിന്നപ്പോൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും അനുപമയ്ക്കോടൊപ്പം ഉറച്ചു നിന്നതോടെ കുഞ്ഞിനെ അനുപമയ്ക്ക് കിട്ടി. തൊട്ടു പിന്നാലെ സിൽവർ ലൈനുമായി പിണറായി എത്തി. 2 ലക്ഷം കോടിയുടെ പ്രൊജക്റ്റായിരുന്നു സിൽവർ ലൈൻ. ജനങ്ങളുടെ അനുമതിയില്ലാതെ അവരുടെ വീടുകളിൽ മഞ്ഞക്കുറ്റിയുമായി പിണറായിയുടെ ഉദ്യോഗസ്ഥർ മാർച്ച് നടത്തി. തടഞ്ഞവരെ നിഷ്ഠൂരമായി മർദ്ദിച്ചു. പ്രതിപക്ഷം ജനത്തിനോടൊപ്പം പാറ പോലെ ഉറച്ചുനിന്ന് നിയമസഭയിലും പുറത്തും പ്രക്ഷോഭമുയർത്തി. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കേരയിൽ വരും കേട്ടോ എന്ന പിണറായി പ്രസംഗത്തെ വോട്ടിലൂടെ ജനങ്ങൾ തള്ളി. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് വിജയിച്ചു. ലോക്സഭയിൽ LDF തവിട് പൊടിയായതോടെ സിൽവർ ലൈനിൽ നിന്ന് തൽക്കാലം പൂട്ടുവീണു. മറുവശത്ത് 2021 തകർന്നു തരിപ്പണമായ UDF സതീശന്റെയും സുധാകരന്റെയും നേതൃത്വത്തിൽ ഉയർത്തെഴുന്നേറ്റു. തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്ന ടീമാക്കി ഇരുവരും UDFനെ മാറ്റി. സതീശന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് കേരളത്തിൽ ചർച്ചാ വിഷയമായി. PV അൻവർ ഇടഞ്ഞതും LDFന് ക്ഷീണമായി. അൻവർ രാജിവെച്ച നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ കിട്ടാതെ CPM വിഷമിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നിലമ്പൂർ സ്വദേശിയായ സ്വരാജിന് പോലും നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല. താൻ മത്സരത്തിനില്ല എന്ന് സ്വരാജ് തുറന്നു പറഞ്ഞു കഴിഞ്ഞതോടെ നിലമ്പൂർ ഫലം എന്താണെന്നറിയാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമില്ല. ഇക്കാലയളവിൽ ഒരിക്കലുമില്ലാത്ത വിധം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF മുന്നിട്ട് നിന്നു. തദ്ദേശ ഫണ്ട് വ്യാപകമായി വെട്ടിക്കുറിച്ച LDF സർക്കാർ നടപടിക്കെതിരെ UDFന്റെ രാപ്പകൽ സമരം ഇന്നും നാളെയുമായി നടക്കുകയാണ്. ഒക്ടോബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മേധാവിത്വം നേടാനാണ് UDF ശ്രമം. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്തുള്ളത്. ഇതിന്റെ ഗുണം ലഭിക്കുക UDFനായിരിക്കും. ഭരണവിരുദ്ധ വികാരത്തിന് അപ്പുറമാണ് പിണറായി വിരുദ്ധ വികാരം. മകൾ വീണ വിജയന്റെ മാസപ്പടി കേരളത്തിലെ മുക്കിലും മൂലയിലും ചർച്ചയാണ്. മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഭരണം നിയന്ത്രിക്കുന്നത്. അഴിമതി, ധൂർത്ത്, കൊടുകാര്യസ്ഥത എന്നിവയാണ് സർക്കാരിന്റെ മുഖമുദ്ര. കറന്റ് ചാർജ്, വാട്ടർ ചാർജ്, ബസ് ചാർജ്, ബിൽഡിംഗ് ടാക്സ്, ഭൂനികുതി, മോട്ടോർ വാഹന നികുതി തുടങ്ങി ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും കുത്തനെ ചാർജും നികുതിയും വർദ്ധിപ്പിച്ചു. ഒരു ബജറ്റിൽ മാത്രം 6000 കോടിയുടെ അധിക നികുതിയാണ് ധനമന്ത്രി KN ബാലഗോപാൽ അടിച്ചേൽപ്പിച്ചത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എല്ലാ പെൻഷനുകളും ബാലഗോപാൽ കുടിശ്ശികയാക്കി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായിക്ക് പിന്നിൽ നിലയുറപ്പിച്ച ജീവനക്കാരും പെൻഷൻകാരും ഇത്തവണ പിണറായിയെ പൂർണ്ണമായും കൈവിട്ടു. ഇവരുടെ 1 ലക്ഷം കോടിയുടെ ആനുകൂല്യങ്ങളാണ് ബാലഗോപാൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. വിവാദങ്ങളും അഴിമതിയും അഹന്തയും ഒപ്പം KV തോമസും 2ാം പിണറായി സർക്കാരിന്റെ മുഖമുദ്രയായതോടെ തദ്ദേശത്തിന് പിന്നാലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും LDFന് ബാധ്യതയാകും. പ്രതിപക്ഷ കസേരയിൽ ഇരിക്കാൻ പിണറായി ഉണ്ടാകില്ല. പിണറായി യുഗത്തിന് തിരശീല വീഴുന്നു എന്നത് വ്യക്തമാണ്.